സീറോ ടു ഹീറോ സീസൺ 2 പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഉണ്ണിമായ. ഞാനിന്ന് നിങ്ങൾക്ക് എടുക്കുന്ന സബ്ജക്റ്റ് എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷൻ. 3 പാർട്ടായിട്ടാണ് നമ്മൾ ഈ സബ്ജക്റ്റ് എടുക്കുന്നത്. ഇത് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ സിലബസ് കവർ ചെയ്യുന്നത്. പ്രീവിയസ് ഇയർ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും റിപ്പീറ്റഡ്ലി ചോദിക്കുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ സബ്ജക്റ്റിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, ഏപ്രിൽ 14 അസിസ്റ്റന്റ് എഞ്ചിനീയർ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓഫ്ലൈൻ കോഴ്സ് ആണെങ്കിൽ 27 സബ്ജക്ട്സും നമ്മൾ 4+ hours ലെക്ചറിലൂടെ ആണ് ഓരോ ദിവസവും 4+ hours ലെക്ചേഴ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 500+ വീഡിയോസും അവൈലബിൾ ആയിരിക്കും. ഇതെല്ലാം നമുക്ക് GLearn എന്ന ആപ്പിലൂടെയാണ് ലഭ്യമാകുന്നത്. ഈ GLearn ആപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ അസിസ്റ്റന്റ് എഞ്ചിനീയറിംഗ് എക്സാമിന് വേണ്ടി, PSC എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. അപ്പം നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, the National Building Code groups building according to occupancy as follows. ഇപ്പോൾ ക്വസ്റ്റ്യനെ നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ എന്താണെന്നുള്ള ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. അതായത് നമ്മൾ ഏതൊരു ബിൽഡിംഗ് ആയിക്കോട്ടെ, അതൊരു പ്രൈവറ്റ് ബിൽഡിംഗ് ആകട്ടെ, പബ്ലിക് ബിൽഡിംഗ് ആയിക്കോട്ടെ, ഏതൊരു ബിൽഡിങ്ങിൻ്റെയും കൺസ്ട്രക്ഷൻ ചില റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതിപ്പം ഇന്ത്യയിലാണെങ്കിൽ നാഷണൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരവും കേരളത്തിലാണെങ്കിൽ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരവും ആയിരിക്കും. അപ്പം ആ ഒരു സ്റ്റാൻഡേർഡിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എല്ലാ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസും നടത്തുന്നത്. അപ്പം അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു ക്ലാസിഫിക്കേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ഞാൻ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ്ലി ചോദിച്ചു വരുന്നതാണ്. അപ്പം ക്വസ്റ്റ്യൻസും അതിൻ്റെ ഓപ്ഷൻസും ആ ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും ഫാക്ട്സും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്ത് പോകാം. അപ്പോൾ ദ നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ബിൽഡിങ്സിനെ ക്ലാസ് ചെയ്തിരിക്കുന്ന ഓപ്ഷൻസ് ഗ്രൂപ്പ് A to E, ഗ്രൂപ്പ് A to G, ഗ്രൂപ്പ് A to H ആൻഡ് ഗ്രൂപ്പ് A to J. ഇപ്പം ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ഈ ഒരു ചാർട്ടിൽ നമ്മൾ പറയുന്നുണ്ട് ഗ്രൂപ്പ് A to J ആണ് NBC, നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ. അപ്പം ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് B എഡ്യൂക്കേഷണൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് C ഇൻസ്റ്റിറ്റ്യൂഷണൽ, ഗ്രൂപ്പ് D അസംബ്ലി ബിൽഡിംഗ്, ഗ്രൂപ്പ് E ബിസിനസ് ബിൽഡിംഗ്, ഗ്രൂപ്പ് F മെർക്കൻറ്റൈൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് G ഇൻഡസ്ട്രിയൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് H സ്റ്റോറേജ് ആൻഡ് ഗ്രൂപ്പ് J ഹസാർഡസ്. ഇതിൽ ശ്രദ്ധിക്കണം, നോട്ട് ചെയ്തോ നിങ്ങൾ. ഗ്രൂപ്പ് A to J ആണെന്ന് പറഞ്ഞു. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ഗ്രൂപ്പ് A to J ആണ്. പക്ഷെ നോക്കിക്കേ, H കഴിഞ്ഞ് I ഇല്ല, J. അതാണ് ക്ലാസിഫിക്കേഷൻ. നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമുള്ള ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? A, B, C, D, E, F, G, H. I ഇല്ല, J. ഇതിൽ I എന്നൊരു ക്ലാസിഫിക്കേഷൻ ഉണ്ടോ? ഇല്ല, I ഇല്ല, J. അപ്പൊ ഈ ക്ലാസിഫിക്കേഷൻ, ഈ ഓരോ ഗ്രൂപ്പും അതിൽ വരുന്ന ടൈപ്പ് ഓഫ് ബിൽഡിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചിട്ടുള്ളതാണ്. റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഏത് ക്ലാസ്, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു വെക്കുന്ന പോലെ ഏതൊക്കെ A to J ആണോ, A to E ആണോ, അങ്ങനെ ക്ലാസിഫിക്കേഷൻ അങ്ങനെയും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പം നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടു. അതുപോലെ കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരമുള്ള ക്ലാസിഫിക്കേഷനുമുണ്ട്. അതെങ്ങനെയാണ്? ഗ്രൂപ്പ് A to J തന്നെയാണ് ആ ക്ലാസിഫിക്കേഷനും വരുന്നത്. പക്ഷേ നോക്കിക്കേ, ഗ്രൂപ്പ് A റെസിഡൻഷ്യൽ ബിൽഡിംഗ് ആയിരുന്നു നാഷണൽ ബിൽഡിംഗ് കോഡിൽ. KMBR പ്രകാരം അതിന് ഗ്രൂപ്പ് A തന്നെ ഗ്രൂപ്പ് A1, A2 എന്നൊരു ക്ലാസിഫിക്കേഷൻ കൂടി വരുന്നുണ്ട്. ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് A2 ലോഡ്ജിങ് ഹൗസസ്. പിന്നെ ഡിഫറൻസ് വരുന്നത് ഗ്രൂപ്പ് G ഇൻഡസ്ട്രിയൽ ബിൽഡിങ്സ് ആയിരുന്നു നാഷണൽ ബിൽഡിംഗ് കോഡ് പ്രകാരം ഗ്രൂപ്പ് G. അതിൽ തന്നെ KMBR പ്രകാരമാകുമ്പോൾ ഗ്രൂപ്പ് G ഗ്രൂപ്പ് G1, ഗ്രൂപ്പ് G2 എന്ന് ക്ലാസിഫൈ ചെയ്യുന്നു. ഗ്രൂപ്പ് G1 ഇൻഡസ്ട്രിയൽ 1, ഗ്രൂപ്പ് G2 ഇൻഡസ്ട്രിയൽ 2. അതുപോലെ NBC പ്രകാരം എന്താണ്? I ഇല്ലായിരുന്നു, I ഇല്ല, J എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പ് A to
GHIJ അതുവരെ എഴുതുന്നുണ്ട്. I എന്താണ്? ഹസാർഡസ് ബിൽഡിംഗ്. J മൾട്ടിപ്ലക്സ്. നമുക്കൊന്ന് നോക്കാം. KMBR പ്രകാരം ബിൽഡിംഗ് ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ്. ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് A2 ലോഡ്ജിംഗ് ഹൗസ്, ഗ്രൂപ്പ് B എഡ്യൂക്കേഷണൽ, ഗ്രൂപ്പ് C ഹോസ്പിറ്റൽ, ഗ്രൂപ്പ് D അസംബ്ലി, ഗ്രൂപ്പ് E ഓഫീസ്, ഗ്രൂപ്പ് F കൊമേഴ്ഷ്യൽ, ഗ്രൂപ്പ് G1 ഇൻഡസ്ട്രിയൽ 1, ഗ്രൂപ്പ് G2 ഇൻഡസ്ട്രിയൽ 2, ഗ്രൂപ്പ് H സ്റ്റോറേജ്, ഗ്രൂപ്പ് I ഹസാർഡസ്, ഗ്രൂപ്പ് J മൾട്ടിപ്ലക്സ്. പിന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടേമാണ് പെർമിസിബിൾ കവറേജ്. ഈ ഓരോ ഗ്രൂപ്പിൻ്റെ പെർമിസിബിൾ കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്ലോട്ടിൻ്റെ എത്ര ശതമാനമാണ് ആ ബിൽഡിംഗ് കവർ ചെയ്യുന്നതുള്ളത്. ഒരു പ്ലോട്ടിൻ്റെ എത്ര ശതമാനമാണ് ബിൽഡിംഗ് കവർ ചെയ്യുന്നതെന്നുള്ളതാണ് എന്ത്? പെർമിസിബിൾ കവറേജ്. അത് ഓരോ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിനാണെങ്കിൽ 60%, ലോഡ്ജിംഗ് ഹൗസ് 35%, എഡ്യൂക്കേഷണൽ 50%, ഹോസ്പിറ്റൽ ബിൽഡിംഗ് 50%, അസംബ്ലി 40%, ഓഫീസ് ബിൽഡിംഗ് 60%, കൊമേഴ്ഷ്യൽ 65%, ഇൻഡസ്ട്രിയൽ 1 60%, ഇൻഡസ്ട്രിയൽ 2 40%, സ്റ്റോറേജ് 70%, ഹസാർഡസ് 45% ആൻഡ് മൾട്ടിപ്ലക്സ് കോംപ്ലക്സ് ആണെങ്കിൽ 65%. ഇതിൽ നോട്ട് ചെയ്തേ, ഏറ്റവും കൂടുതൽ സ്റ്റോറേജ്, ഏറ്റവും കൂടുതൽ പെർമിസിബിൾ കവറേജ് ഏരിയ വരുന്ന ഏതിനാണ്? സ്റ്റോറേജ് ബിൽഡിങ്സിനാണ്, 70%. അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. നമുക്കറിയാം സ്റ്റോറേജിനായിരിക്കും കൂടുതൽ സ്പേസ്, മറ്റൊന്നിനും അത് ഉപയോഗിക്കുന്നില്ല, സ്റ്റോറേജിന് വേണ്ടി മാത്രം. അപ്പം അതിൻ്റെ കവറേജ് ഏരിയ കൂടുതലായിരിക്കും. അപ്പം അതുകൊണ്ടാണ് സ്റ്റോറേജ് ബിൽഡിങ്സ് ഗ്രൂപ്പ് എച്ചിൽ വരുന്നതാണ് സ്റ്റോറേജ് ബിൽഡിങ്സ്. അതിൻ്റെ പെർമിസിബിൾ കവറേജ് ഏരിയ 70%. അതുപോലെ ഈ ഓരോ ഗ്രൂപ്പ് ഓഫ് ബിൽഡിങ്ങിനുമുള്ള എക്സാമ്പിൾസുമാണ് നമ്മൾ ലാസ്റ്റ് കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഒരു ടൈപ്പ് ഓഫ് ബിൽഡിംഗ് പറഞ്ഞ ശേഷം അത് ഏത് ക്ലാസ്, ഏത് ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു എന്നുള്ളത് ചോദിച്ചേക്കുന്നതാണ്. എക്സാമ്പിൾ ജയിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജയിൽ ബിൽഡിംഗ് എന്നുള്ളത് ജയിൽ തന്ന ശേഷം അത് ഏത് ഗ്രൂപ്പിൽ വരുന്നു എന്നുള്ളത്. ഏതാണ്? ഗ്രൂപ്പ് ഇ ഓഫീസ് ബിൽഡിങ്ങിൽ വരുന്നതാണ് ജയിൽ. അതുപോലെ നമുക്ക് എക്സാമ്പിൾസ് ഒന്ന് നോക്കാം. ഗ്രൂപ്പ് A1 റെസിഡൻഷ്യൽ ബിൽഡിംഗ്, അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫ്ലാറ്റ്സ്, അപ്പാർട്ട്മെന്റ്സ്, ഡേ കെയർ സെന്റേഴ്സ്, നഴ്സറി, അങ്ങനെയുള്ള ബിൽഡിങ്സ് ഒക്കെയാണ് ഇതിൽ വരുന്നത്, റെസിഡൻഷ്യലിൽ വരുന്നത്. അടുത്ത ലോഡ്ജിങ് ഹൗസസിൽ വരുന്ന ഏതൊക്കെയാണ്? ലോഡ്ജ്, ഹോട്ടൽ, ഹോസ്റ്റൽ, സെമിനാരി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ വരുന്നത് ലോഡ്ജിങ് ഹൗസസിൽ. നെക്സ്റ്റ് ഈസ് എഡ്യൂക്കേഷണൽ ബിൽഡിങ്സ്. എഡ്യൂക്കേഷണൽ ബിൽഡിങ്സിൽ വരുന്നതാണ് സ്കൂൾസ്, ലൈബ്രറി, സൺഡേ സ്കൂൾസ്, അങ്ങനെയുള്ള എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെയാണ് എഡ്യൂക്കേഷണൽ ബിൽഡിംഗ് വരുന്നത്. നെക്സ്റ്റ് ഈസ് ഹോസ്പിറ്റൽ ബിൽഡിംഗ്. ഹോസ്പിറ്റൽ ബിൽഡിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എക്സാമ്പിൾസ് ഏതൊക്കെയാണ്? ഹോസ്പിറ്റല്, ക്ലിനിക്ക്, മെന്റൽ ഹോസ്പിറ്റൽ, എക്സെട്ര. നെക്സ്റ്റ് ഈസ് അസംബ്ലി ബിൽഡിംഗ്. അസംബ്ലി ബിൽഡിങ്ങിന് എക്സാമ്പിൾ ആണ് ഓഡിറ്റോറിയം, ആർട്ട് ഗാലറി, മ്യൂസിയം, ഇതുപോലെയുള്ള ഗ്യാതറിങ്സിന് വേണ്ടിയുള്ളത്. നെക്സ്റ്റ് ഈസ് ഓഫീസ് ബിൽഡിംഗ്, ഗവൺമെന്റ് ഓഫീസസ്, ജയിൽ, ഇതൊക്കെ ഏത് എക്സാമ്പിൾ ആണ്? ഓഫീസ് ബിൽഡിങ്ങിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് കൊമേഴ്ഷ്യൽ ബിൽഡിങ്സ്, ഷോപ്സ്, ടൈലർ ഷോപ്സ്, എഞ്ചിനീയേഴ്സ് റൂം, ആർക്കിടെക്ട്സ് റൂം, ഡോക്ടേഴ്സ് ക്ലിനിക്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിൽ വരുന്നത്. നെക്സ്റ്റ് ഈസ് ഇൻഡസ്ട്രിയൽ 1. ഇൻഡസ്ട്രിയൽ 1 എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഓട്ടോമൊബൈൽ ഷോപ്സ്, സർവീസ് സ്റ്റേഷൻസ്, അങ്ങനെ ഹാംഫുൾ ആയിട്ടുള്ള, ഡേഞ്ചറസ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ ഒന്നും അല്ല നടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഏതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു? ഇൻഡസ്ട്രിയൽ 1 ഇൻക്ലൂഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രിയൽ 2. ഇൻഡസ്ട്രിയൽ 2 വരുന്ന ഏതൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്? കോട്ടൺ മിൽ, പെട്രോളിയം റിഫൈനേഴ്സ്. കുറച്ചൊക്കെ എന്താണ്? ഡേഞ്ചറസ് ആയിട്ടുള്ളതാണ്, കുറച്ചൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണെങ്കിൽ അത് ഏത് ഗ്രൂപ്പിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്? ഇൻഡസ്ട്രിയൽ 2. നെക്സ്റ്റ് ഈസ് സ്റ്റോറേജ്. സ്റ്റോറേജ് പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ബിൽഡിങ്സ് ആണ് സ്റ്റോറേജിൽ വരുന്നത്. എക്സാമ്പിൾ ഏതൊക്കെയാണ്? ഗ്യാരേജ്, ഡിപ്പോ, ഇതൊക്കെയാണ് ഇതിന് എക്സാമ്പിൾ, സ്റ്റോറേജ് ബിൽഡിങ്ങിന് എക്സാമ്പിൾ. നെക്സ്റ്റ് ഈസ് ഹസാർഡസ് ബിൽഡിംഗ്. ഹസാർഡസ് ബിൽഡിംഗ് എന്ന് പറയുമ്പം ഒരുപാട് എക്സ്പ്ലോസീവ്സോ അല്ലെങ്കിൽ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറേ അപകടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രൊഡക്ഷൻസ് നടക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് യൂസ് ചെയ്തുള്ള ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഇതിൽ വരുന്നത് ഹസാർഡസ് ബിൽഡിങ്ങിൽ. അങ്ങനെയുള്ള ഇൻഡസ്ട്രീസ് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഹസാർഡസ് ബിൽഡിംഗ്. അതായത് ആസിഡ്, ആൽക്കലി, എക്സ്പ്ലോസീവ്സ് അങ്ങനെയുള്ള ഇതൊക്കെ മാനുഫാക്ചർ ചെയ്യുന്ന ഫാക്ടറീസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് പ്രവർത്തിക്കുന്ന ഫാക്ടറീസ് ഒക്കെയാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഹസാർഡസ് ബിൽഡിങ്ങിൽ. നെക്സ്റ്റ് ഈസ് ലാസ്റ്റ് വൺ ഗ്രൂപ്പ് ജെ, മൾട്ടിപ്ലെക്സ്. മൾട്ടിപ്ലെക്സിന് എക്സാമ്പിൾ ആണ് തിയേറ്റർ, മാൾസ്, ഇതൊക്കെ വരുന്നത്. ക്ലിയർ ആണല്ലോ?
നമുക്കിനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് നാഷണൽ കളർ ഫോർ എക്സിസ്റ്റിംഗ് ഹസാർഡസ് ബിൽഡിംഗ് ഇൻ എ സൈറ്റ് പ്ലാൻ ഈസ്. ഓപ്ഷൻസ് ബ്ലാക്ക്, പർപ്പിൾ, റെഡ്, ഡാർക്ക് ബ്ലൂ. എന്താണ് ഒരു സൈറ്റ് പ്ലാനിൽ എക്സിസ്റ്റിംഗ് ഹസാർഡസ് ബിൽഡിങ്ങിനെ സൂചിപ്പിക്കുന്ന കളർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കളർ സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ ഏതൊരു ഡ്രോയിങ് എടുത്താലും നമ്മൾ അതിൽ ഓരോ കളറും പല കളർ അല്ലെങ്കിൽ പല മോഡ് ഓഫ് ലൈൻസ് ഉണ്ടായിരിക്കും. കണ്ടിന്യൂസ് ലൈൻസ് ഉണ്ടാകാം, ഡോട്ടഡ് ലൈൻസ് ഉണ്ടാകാം, അതുപോലെ പല കളർ കോമ്പിനേഷൻസും ഉണ്ടാകും. അപ്പം ഈ കളർക്ക് എന്തിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഈ ചാർട്ട് ഒന്ന് നോക്കാം. പ്ലോട്ട് ലൈൻ ഏത് കളർ വെച്ചിട്ട് നോട്ടേറ്റ് ചെയ്യുന്നത്? പ്ലോട്ട് ലൈൻ തിക്ക് ബ്ലാക്ക് ലൈൻ. നെക്സ്റ്റ് ഈസ് എക്സിസ്റ്റിംഗ് സ്ട്രീറ്റ് ഏത് കളറാണ്? ബ്രൗൺ കളർ. പ്രൊപ്പോസ്ഡ് സ്ട്രീറ്റ് ആണെങ്കിൽ ഡോട്ടഡ് ബ്രൗൺ കളർ ലൈൻ ആണ്. പെർമിസിബിൾ ബിൽഡിംഗ് ആണെങ്കിൽ തിക്ക് ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ ആയിരിക്കും. പെർമിസിബിൾ ബിൽഡിംഗ് തിക്ക് ബ്ലാക്ക് ഡോട്ടഡ് ലൈൻ. നെക്സ്റ്റ് ഇസ് എക്സിസ്റ്റിംഗ് ബിൽഡിംഗ് ആണെങ്കിൽ ബ്ലാക്ക് ഔട്ട്ലൈൻ. ബിൽഡിംഗ് ടു ബി ഡിമോളിഷ്ഡ്, നമ്മൾ ഡിമോളിഷ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ സൈറ്റ് പ്ലാനിൽ എന്ത് വെച്ചായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്? യെല്ലോ ഹാച്ച് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ്, ഇത് നമ്മൾ പ്രൊപ്പോസ് ചെയ്തേക്കിനി കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അത് ഏത് ലൈൻ? റെഡ് ഔട്ട്ലൈൻ. അപ്പോൾ ഏതിനെ സൂചിപ്പിക്കുന്നു? പ്രൊപ്പോസ്ഡ് ബിൽഡിങ്ങിനെ റെപ്രസെന്റ് ചെയ്യുന്നു. നെക്സ്റ്റ് ഈസ് ഡ്രെയിനേജ് ലൈൻസ് ഒക്കെ ഏത് കളർ വെച്ചിട്ടാണ്? റെഡ് ഡോട്ടഡ് ലൈൻ. റെഡ് ഔട്ട്ലൈൻ ഏതാണ്? പ്രൊപ്പോസ്ഡ് ബിൽഡിംഗ്. റെഡ് ഡോട്ടഡ് ലൈൻ ഏതാണ്? ഡ്രെയിനേജ് ലൈൻസ്. നെക്സ്റ്റ് ഈസ് വാട്ടർ സപ്ലൈ റെപ്രസെന്റഡ് ബൈ ബ്ലാക്ക് ഡാഷ് ആൻഡ് ഡോട്ട് ലൈൻ വെച്ചിട്ട് ബ്ലാക്ക് ഡാഷ് ആൻഡ് ഡോട്ട് ലൈൻ വെച്ചിട്ടാണ് ഏത് റെപ്രസെന്റ് ചെയ്യുന്നത്? വാട്ടർ സപ്ലൈ റെപ്രസെന്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വൺ ഈസ് ഇലക്ട്രിക് ലൈൻ ഗ്രീൻ ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നു. ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മൾ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? നാഷണൽ കളർ ഫോർ എക്സിസ്റ്റിംഗ് ഹസാർഡസ് ബിൽഡിംഗ്. എക്സിസ്റ്റിംഗ് ബിൽഡിങ്ങിന് ഏത് കളർ വെച്ചിട്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്തത്? ആൻസർ ഈസ് ബ്ലാക്ക് കളർ. ക്ലിയർ? കളർ സ്കീംസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിച്ചേക്കുന്നതാണ്. മിക്ക എക്സാമുകൾക്കും ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കളർ സ്കീംസ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് as per KBR the site plan shall be drawn to scale of not less than. അതായത് KBR പ്രകാരം ഒരു സൈറ്റ് പ്ലാൻ നമ്മൾ വരയ്ക്കേണ്ട മിനിമം സ്കെയിൽ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്കെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ദ മെഷർമെന്റ് ഓഫ് എ ഡ്രോയിങ്. It's a ratio of the measurement of a drawing to the actual measurement in the ground. അതായത് ഇപ്പോൾ ഏതൊരു ലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി, ഒരു പ്ലാൻ ആകാം, ഒരു എലിവേഷൻ ആകാം, അല്ലെങ്കിൽ ഒരു സൈറ്റ് പ്ലാൻ ആകാം, അങ്ങനെ ഏതൊരു ഡ്രോയിങ് ആണെങ്കിലും നമ്മൾ കറക്റ്റ് നമ്മുടെ ഗ്രൗണ്ടിലുള്ള അതേ മെഷർമെന്റിൽ ഡ്രോയിങ് എപ്പോഴും വരയ്ക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള കാര്യമല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഒന്നുകിൽ അതിനെ സ്കെയിലിനെ റെഡ്യൂസ് ചെയ്ത് വരയ്ക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനെ എൻലാർജ് ചെയ്ത് വരയ്ക്കും. ഇപ്പം ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു സ്ലാബിൻ്റെ ഒക്കെ ഡീറ്റെയിൽഡ് ഡ്രോയിങ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിനെ എൻലാർജ് ചെയ്ത് വരയ്ക്കും. അപ്പോൾ അവിടെയാണ് സ്കെയിലിൻ്റെ യൂസ് വരുന്നത്. സ്കെയിൽ എന്ന് വെച്ചാൽ എന്താണ്? സ്കെയിൽ ഇറ്റ്സ് എ റേഷ്യോ ഓഫ് മെഷർമെന്റ് ഓഫ് എ ഡ്രോയിങ് ടു ദി ആക്ച്വൽ മെഷർമെന്റ് ഇൻ ദി ഗ്രൗണ്ട്. ഇത് ചോദിച്ചേക്കുന്നത് സൈറ്റ് പ്ലാനിൽ. അപ്പം KBR പ്രകാരവും നാഷണൽ ബിൽഡിംഗ് റൂൾസ് പ്രകാരം അതിലൊരു മിനിമം സ്കെയില് അവർ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ സൈറ്റ് പ്ലാനിന്റെ മിനിമം സ്കെയിൽ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് 1:100, 1:200, 1:300 and 1:400. ആസ് പെർ KBR ആ മിനിമം സ്കെയിൽസ് നമുക്ക് ഏതൊക്കെയാ നോക്കാം. സൈറ്റ് പ്ലാനിൻ്റെത് 1:400. സൈറ്റ് പ്ലാനിന്റെ മിനിമം സ്കെയിൽ എത്രയാണ്? 1:400. ലേഔട്ട് പ്ലാനിൻ്റെത് 1:500 1:400 ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം നമ്മൾ ഇത് രണ്ട് ഓപ്ഷൻസും നിങ്ങൾക്ക് കാണും. ചിലപ്പോൾ ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ 1:500 ചൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഏതെങ്കിലും ഒന്നാണെങ്കിൽ 1:500 അല്ലെങ്കിൽ 1:400 ആയിരിക്കും. നെക്സ്റ്റ് ഈ സർവീസ് പ്ലാൻ എന്ന് വെച്ചാൽ വാട്ടർ സപ്ലൈ, നമ്മുടെ അവിടെ ഉള്ള സർവീസസ് ഉണ്ടല്ലോ, അതൊക്കെ നൊട്ടേറ്റ് ചെയ്ത് അതൊക്കെ മാർക്ക് ചെയ്തിട്ടുള്ള പ്ലാനാണ് ഡ്രോയിങ് ആണ് സർവീസ് പ്ലാൻ.
സർവീസ് പ്ലാനിന്റെ മിനിമം സ്കെയിൽ എത്രയാണ്? 1/400. അപ്പം സൈറ്റ് പ്ലാൻ, ലേഔട്ട് പ്ലാൻ, സർവീസ് പ്ലാൻ ഇതിന്റെയൊക്കെ മിനിമം സ്കെയിൽ എത്രയാണ്? 1/400. നെക്സ്റ്റ് ഈസ് പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻ ഓഫ് എ ബിൽഡിംഗ്. പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻ എത്രയാണ്? 1/100. മിനിമം സ്കെയിൽ ഫോർ പ്ലാൻ, എലിവേഷൻ ആൻഡ് സെക്ഷൻ ഈസ് 1/100. ഡീറ്റെയിൽഡ് ഡ്രോയിങ്, ഞാൻ നേരത്തെ പറഞ്ഞാൽ ഒരു സ്ലാബ് അല്ലെങ്കിൽ ഒരു ഡോറിന്റെ ഒരു ജോയിന്റ്, ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും ചെയ്ത് കാണിക്കേണ്ട ഡ്രോയിങ്സ് ആണ്. അപ്പൊ ഡീറ്റെയിൽഡ് ഡ്രോയിങ് ആണെങ്കിൽ അതിന്റെ സ്കെയിൽ എത്രയാണ്? 1/10 to 1/29. ഡീറ്റെയിൽഡ് ഡ്രോയിങ്ങിന്റെ സ്കെയിൽ എത്രയാണ്? 1/10 to 1/29. നെക്സ്റ്റ് ഇസ് ലൊക്കേഷൻ പ്ലാൻ, കീ പ്ലാൻ. ഇതിനൊന്നും സ്കെയിൽ ഇല്ല, നോ സ്കെയിൽ. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ നമ്മുടെ ആൻസർ എന്താ വരുന്നത്? ആസ് പെർ KBR മിനിമം സ്കെയിൽ റിക്വയർഡ് ഫോർ സൈറ്റ് പ്ലാൻ എന്താണ്? 1/400. 1/400. ക്ലിയർ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Next question is, the vertical distance between the floor and lowest point in the ceiling is. എന്താ ചോദിച്ചേക്കുന്നത്? The vertical distance between the floor and the ഫ്ലോറിനും ലോവസ്റ്റ് പോയിന്റ് സീലിംഗ്, സീലിംഗിന്റെ ലോവസ്റ്റ് പോയിന്റും ഫ്ലോറിനും ഇടയിലുള്ള ആ വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന ടേം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ്: ഹൈറ്റ് ഓഫ് വാൾ, ഹെഡ് റൂം, ഹൈറ്റ് ഓഫ് റൂം ആൻഡ് ഡെപ്ത്. എന്താണ് ആൻസർ? ഹൈറ്റ് ഓഫ് വാൾ ആണോ? അല്ല. നെക്സ്റ്റ് ഇസ് ഹെഡ് റൂം. ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡ് റൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്റ്റെയറിന്റെ നോസിംഗ് തുടങ്ങി സീലിംഗിന്റെ ടോപ്പ് വരെയുള്ള, സീലിംഗിന്റെ ലോവസ്റ്റ് പോയിന്റ് വരെയുള്ള ആ ഒരു ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് റൂം. ഹെഡ് റൂം എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന്റെ നോസിംഗ് മുതൽ, ഹെയറിന്റെ നോസിംഗ് മുതൽ സീലിംഗിന്റെ ലോവസ്റ്റ് പോയിന്റ് വരെയുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ, ആ വെർട്ടിക്കൽ ഹൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹെഡ് റൂം. നെക്സ്റ്റ് ഈസ് ഹൈറ്റ് ഓഫ് റൂം. ഹൈറ്റ് ഓഫ് റൂം എന്താണ്? ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്ലോർ ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് ഓഫ് ദി സീലിംഗ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? എന്താണ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഫ്ലോർ ആൻഡ് ദ ലോവസ്റ്റ് പോയിന്റ് വരുന്നത്? ഇറ്റ് ഈസ് ഹൈറ്റ് ഓഫ് റൂം. ഹൈറ്റ് ഓഫ് റൂം. ആൻസർ ഈസ് ഹൈറ്റ് ഓഫ് റൂം. ഡെപ്ത് എന്ന് വെച്ചാൽ, ഡെപ്ത് ഓഫ് പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെപ്ത് ഓഫ് പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് എ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ആൻഡ് റെയർ ബൗണ്ടറി ഓഫ് എ പ്ലോട്ട്. ക്ലിയർ? ഡെപ്ത് ഓഫ് എ പ്ലോട്ട് എന്ന് പറഞ്ഞാൽ എന്നതിൽ വരുന്ന ഒരു ഓപ്ഷനാണ് ഡെപ്ത്. ഡെപ്ത് ഓഫ് എ പ്ലോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇറ്റ്സ് ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫ്രണ്ട് ആൻഡ് റെയർ ബൗണ്ടറി ഓഫ് എ പ്ലോട്ട്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Next question is, an intermediate floor in any story overhanging and overlooking a floor beneath is called. അതായത് ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്, ഓവർഹാങ്ങിങ്, സ്റ്റോറി ഓവർഹാങ്ങിങ് ആൻഡ് ഓവർലുക്കിംഗ് എ ഫ്ലോർ ബിനീത്ത്, ഫ്ലോറിന് താഴെയുള്ള ആ ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോറിനെ എന്താണ് പറയുന്നത് എന്നുള്ളതാണ്. ഓപ്ഷൻസ്: മെസനൈൻ ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ, സെല്ലാർ ആൻഡ് ടോപ്പ് ഫ്ലോർ. ആൻസർ എന്താണ്? ഇതാണ് ചോദിച്ചേക്കുന്നത്. ഈ ഇമേജിൽ കാണിച്ചേക്കുന്നവർ ചോദിച്ചേക്കുന്നത് ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോർ ഉണ്ട്, അതിനെ പറയുന്ന പേരെന്താണെന്നാണ്. ആൻസർ ഈസ് മെസനൈൻ ഫ്ലോർ. മെസനൈൻ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇന്റർമീഡിയറ്റ് ഫ്ലോർ ഇൻ ബിറ്റ്വീൻ ദ മെയിൻ ഫ്ലോർസ്. മെയിൻ ഫ്ലോർസിനിടയിലുള്ള ഒരു ഇന്റർമീഡിയറ്റ് ഫ്ലോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഇപ്പൊ നോക്കിയേ, ഇതിൽ ഈ പിക്ചറിൽ നിന്ന് ക്ലിയർ ആണ്. മെസനൈൻ ഫ്ലോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മെയിൻ ഫ്ലോർ ഉണ്ട് അല്ലേ? ഫ്ലോറിങ് കാണാം, അതിന്റെ സീലിംഗ് കാണാം. അപ്പൊ അതിനിടയിലുള്ള ആ ഒരു ഫ്ലോറിനെയാണ് നമ്മൾ, ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഫ്ലോറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെസനൈൻ ഫ്ലോർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതിനകത്ത് ഓപ്ഷൻസിലുള്ള ഗ്രൗണ്ട് ഫ്ലോർ അറിയാം, ടോപ്പ് ഫ്ലോർ അറിയാം, പിന്നെ അറിയാത്തൊരു ടൈമാണ് സെല്ലാർ. സെല്ലാർ എന്ന് പറഞ്ഞാൽ എന്താ? സെല്ലാറിന്റെ മറ്റൊരു പേരാണ് എന്ത്? ബേസ്മെന്റ് ഫ്ലോർ. സെല്ലാർ ഓർ ബേസ്മെന്റ് ഫ്ലോർ. cellar or basement floor. സെല്ലാർ എന്ന് പറഞ്ഞിട്ട് ബേസ്മെന്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ടേബിൾ തന്നെയുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ട് മാൾസില്, വലിയ തിയേറ്ററിലും ഒക്കെ എന്താണ് അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ഉണ്ടായിരുന്നു. പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട്
ബിലോ ഗ്രൗണ്ട് ലെവൽ ഫ്ലോർസ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബേസ്മെന്റ് ഫ്ലോർ എന്ന് പറയുന്നത്. ആ ഫ്ലോർ എന്ന് പറയുന്നത് പാർഷ്യലി ബിലോ ആകാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആകാം. അഥവാ പാർഷ്യലി ബിലോ ദി ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ, പാർഷ്യലി ബിലോ ദി ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പോർഷൻ എബോവ് ഗ്രൗണ്ട് ലെവലും കുറച്ച് പോർഷൻ ബിലോ ഗ്രൗണ്ട് ലെവലും ആയിരിക്കും. അങ്ങനെ ഒരു കേസ് ആണെങ്കിൽ പാർഷ്യലി എബോവ് വരുന്ന ആ ഒരു പാർട്ട് എന്ന് പറയുന്നത് 75 സെന്റിമീറ്ററിൽ കൂടുതൽ പാടില്ല, കൂടുതൽ പ്രൊജക്ട് ചെയ്യാൻ പാടില്ല. ബേസ്മെന്റ് ഫ്ലോർ എന്ന് പറയുമ്പോഴേക്കും അണ്ടർഗ്രൗണ്ട് ഫ്ലോർ ആണ്. അത് പാർഷ്യലി ബിലോ ആകാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ബിലോ ഗ്രൗണ്ട് ലെവൽ ആകാം. അഥവാ പാർഷ്യലി ബിലോ ഗ്രൗണ്ട് ലെവൽ ആണെങ്കിൽ അതിൽ സർഫസിലേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന പാർട്ട് എത്ര കൂടാൻ പാടില്ല? 75 സെന്റിമീറ്റേഴ്സിൽ കൂടാൻ പാടില്ല. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് every building up to 10 meter in height shall have a normal front yard of. അതായത് 10 മീറ്റർ വരെ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന് നോർമൽ ഫ്രണ്ട് യാർഡ് എത്ര പ്രൊവൈഡ് ചെയ്യണം എന്നുള്ള. ഫ്രണ്ട് യാർഡ് റെയർ യാർഡൊക്കെ എന്താണ്? ഇപ്പോൾ ഒരു ബിൽഡിംഗ്, ഇതാണ് ഒരു ബിൽഡിംഗ് എന്നുണ്ടെങ്കിൽ ഇതൊരു ബിൽഡിംഗ് ആണ്. ആ ബിൽഡിങ്ങിന്റെ എന്താണ് പ്ലോട്ട് ബൗണ്ടറി ഇതാണ്. അത് സ്ഥിതി ചെയ്യുന്ന പ്ലോട്ടിന്റെ ബൗണ്ടറി ഇതാണ്. അതിന്റെ ഫ്രണ്ടിലൂടെ ഒരു റോഡ് പാസ് ചെയ്യുന്നുണ്ട്. ഇതാണ് റോഡിന്റെ സെന്റർ ലൈൻ. അപ്പം ഫ്രണ്ട് യാർഡ് എന്ന് പറയുമ്പോൾ ഈ ബിൽഡിങ്ങിൽ നിന്നും ഈ സെന്റർ ലൈനിലേക്ക്, റോഡിന്റെ സെന്റർ ലൈനിലേക്ക് എത്ര ഡിസ്റ്റൻസ് വേണം? ഫ്രണ്ട് യാർഡ് എന്ന് പറയുന്നതാണ്. അതുപോലെ റെയർ യാർഡ് എന്ന് പറയുമ്പോൾ ബാക്ക് സൈഡിൽ എത്ര ഡിസ്റ്റൻസ് വേണം, അതുപോലെ സൈഡ് യാർഡ്സ്, സൈഡിൽ എത്ര ഡിസ്റ്റൻസ് വേണം എന്നുള്ളത്. അപ്പം അതിനൊക്കെ സ്റ്റാൻഡേർഡ് വാല്യൂസ് നമ്മുടെ കോഡിൽ സ്റ്റാൻഡേർഡ് വാല്യൂസ് അവർ പറയുന്നുണ്ട്. അപ്പം അതനുസരിച്ചായിട്ടായിരിക്കും ഏതൊരു കൺസ്ട്രക്ഷൻ നടക്കുന്നത്. ഇപ്പം ചോദിച്ചേക്കുന്നത് എവറി ബിൽഡിംഗ് 10 മീറ്റർ ഹൈറ്റ് വരെയുള്ള ഒരു ബിൽഡിങ്ങിന് ഫ്രണ്ട് യാർഡ് എത്രയാണ് മിനിമം പ്രൊവൈഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഓപ്ഷൻസ് 2 മീറ്റർ, 1.5 മീറ്റർ, 3 മീറ്റർ ആൻഡ് 4.5 മീറ്റർ. ആൻസർ ഈസ് 3 മീറ്റർ. 10 മീറ്റർ വരെ ഹൈറ്റ് ഉള്ള ഒരു ബിൽഡിങ്ങിന് ഫ്രണ്ട് യാർഡ് പ്രൊവൈഡ് ചെയ്യേണ്ടത് എത്രയാണ്? 3 മീറ്റർ. അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. 3 മീറ്റർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫ്രണ്ടിലൂടെയുള്ള സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡ് ഉണ്ടല്ലോ, ആ റോഡ് ഗവൺമെന്റ് ഓൺഡ് റോഡ് ആയിരിക്കണം. ഗവൺമെന്റ് ഓൺഡ് റോഡ് ആയിരിക്കണം. അതുപോലെ ഗവൺമെന്റ് നോട്ടിഫൈഡ് റോഡ് ആയിരിക്കണം. അതുപോലെ ഹൈറ്റ് ഷുഡ് ബി ലെസ് ദാൻ 10 മീറ്റർ ആയിരിക്കണം. അതുപോലെ വിഡ്ത്ത് ഓഫ് ദി റോഡ് ഷുഡ് ബി ഗ്രേറ്റർ ദാൻ 6 മീറ്റർ ആയിരിക്കണം. വിഡ്ത്ത് ഓഫ് ദി റോഡ് ഗ്രേറ്റർ ദാൻ 6 മീറ്റർ. വിഡ്ത്ത് ഓഫ് ദി റോഡ് ഗ്രേറ്റർ ദാൻ 6 മീറ്ററും ആണെങ്കിലാണ് നമ്മൾ എന്ത് കൊടുക്കുന്നത്? ഫ്രണ്ട് യാർഡ് 3 മീറ്റർ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The minimum distance between the central line of street and any building other than compound wall or fence or outdoor display structure shall be. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സെൻട്രൽ ലൈൻ ഓഫ് എ സ്ട്രീറ്റ്, ഒരു സ്ട്രീറ്റ് അല്ലെങ്കിൽ റോഡിന്റെ സെൻട്രൽ ലൈന് ബിൽഡിംഗ് അതർ ദാൻ കോമ്പൗണ്ട് വാൾ ഓർ ഫെൻസ്. കോമ്പൗണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിന്റെ കോമ്പൗണ്ട് വാളോ അതിന് ചുറ്റുമുള്ള ചുറ്റുമതിലോ വേലികളോ അതൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതിൻ്റെ ആ റോഡിന്റെ സെൻട്രൽ ലൈനിൽ നിന്നും ആ ബിൽഡിങ്ങിലേക്കുള്ള മിനിമം ഡിസ്റ്റൻസ് എത്രയായിരിക്കണം എന്നാണ്. 3 ഓപ്ഷൻസ്: 3 മീറ്റർ, 4.5 മീറ്റർ, 5 മീറ്റർ ആൻഡ് 6 മീറ്റർ. Then answer is 4.5 meter. Next question. Height of the residential building without air conditioning shall not be less than. അതായത് ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഉണ്ട് വിത്തൗട്ട് എയർ കണ്ടീഷനിങ് ഇല്ലാത്ത ഒരു ബിൽഡിങ്ങിന്റെ മിനിമം ഹൈറ്റ് എത്രയായിരിക്കണം എന്നാണ് ചോദിക്കുന്നത്. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ. അതിലും താഴെയുള്ള എത്രയാ ഓപ്ഷൻസ്? 3 മീറ്റർ, 2.1 മീറ്റർ, 2.4 മീറ്റർ ആൻഡ് 4 മീറ്റർ. എയർ കണ്ടീഷൻഡ് അല്ലാത്ത റൂമിന്റെ മിനിമം ഹൈറ്റ് എത്രയായിരിക്കണം? ഈ ടേബിളിൽ നിന്ന് നമുക്കത്
പറയാൻ പറ്റും. റെസിഡൻഷ്യൽ റൂമിന്റെ എത്രയാണ് മിനിമം ഹൈറ്റ്? 3 meters. എയർ കണ്ടീഷൻഡ് റെസിഡൻഷ്യൽ റൂം, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഈസ് 3 meter. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് വിത്തൗട്ട് എയർ കണ്ടീഷനിങ് ആണെങ്കിൽ അതിന്റെ ഹൈറ്റ്, മിനിമം ഹൈറ്റ് റിക്വയർഡ് ഈസ് 3 meters. പിന്നെ ബാക്കി വാല്യൂസ് ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പോയിന്റ്സ് എല്ലാം, ഈ വാല്യൂസ് എല്ലാം നമ്മൾ പഠിക്കേണ്ടതാണ്. ഫസ്റ്റ് വൺ, റെസിഡൻഷ്യൽ റൂമിന്റെ എത്രയാണ് മിനിമം ഹൈറ്റ്? 3 meter. എയർ കണ്ടീഷൻഡ് റെസിഡൻഷ്യൽ റൂം ആണെങ്കിൽ 2.4 meter. റെസിഡൻഷ്യൽ റൂം 3 meter. എയർ കണ്ടീഷൻഡ് റെസിഡൻഷ്യൽ റൂം 2.4 meter. നെക്സ്റ്റ് ഈസ് എനി വർക്ക് റൂം. വർക്ക് റൂം ആണെങ്കിൽ 3.6 meters. 3.6 meters. ബാത്റൂം ഓർ ലാട്രിൻ. ബാത്റൂം ഓർ ലാട്രിൻ ആണെങ്കിൽ മിനിമം ഹൈറ്റ് റിക്വയർഡ് ഈസ് 2.2 meter. ബാത്റൂം ഓർ ലാട്രിൻ ആണെങ്കിൽ ഏതെങ്കിലും ഒന്നാണെങ്കിൽ 2.2 meters. ഓഫീസ്, ഹാൾ, ക്യാൻറ്റീൻ. ഓഫീസ് ബിൽഡിങ്സ്, ഹാൾസ്, ക്യാൻറ്റീൻസ് ഒക്കെ ആണെങ്കിൽ എത്രയാണ്? 3 meters. എയർ കണ്ടീഷൻഡ് ഓഫീസ്, ഹാൾ ആൻഡ് ക്യാൻറ്റീൻ ആണെങ്കിൽ 2.4 meters. ഹെഡ് റൂം ബിനീത്ത് മെസനൈൻ. മെസനൈൻ ഫ്ലോർ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു അല്ലേ, ഇന്റർമീഡിയറ്റ് ഫ്ലോർ ആണ്. മെസനൈൻ ഫ്ലോറിന്റെ ഹെഡ് റൂം എത്രയാണ് മിനിമം വരേണ്ടത്? 3 meters. ക്ലിയർ ആണല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The area of bathroom shall not be less than. ഏരിയ, ബാത്റൂമിന്റെ ഏരിയ, മിനിമം ഏരിയ എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഷാൽ നോട്ട് ബി ലെസ് ദാൻ ഓപ്ഷൻസ് 2.5 meter square, 2 meter square, 1.5 meter square and 1 meter square. ഇതാണ് ആൻസർ. ബാത്റൂം മാത്രമാണെങ്കിൽ ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 meter square. 1.5 meter square. ബാത്റൂം മാത്രമാണെങ്കിൽ ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 meter square. ലാട്രിൻ മാത്രമാണെങ്കിൽ ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.1 meter square. ആൻഡ് കമ്പൈൻഡ് ബാത്റൂം ആൻഡ് ലാട്രിൻ ആണെങ്കിൽ ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 2.2 meter square. ക്ലിയർ ആണല്ലോ? ബാത്റൂം മാത്രമാണെങ്കിൽ ഏരിയ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1.5 meter square. ലാട്രിൻ ആണെങ്കിൽ 1.1 meter square. കമ്പൈൻഡ് ബാത്റൂം ആൻഡ് ലാട്രിൻ ആണെങ്കിൽ 2.2 meter square. അപ്പൊ ഇവിടെ ആൻസർ എന്താ വരുന്നത്? ആൻസർ ഈസ് ഏരിയ ഓഫ് ബാത്റൂം ഷാൽ നോട്ട് ബി ലെസ് ദാൻ 1.5 meter square. Next question. No exit doorway shall be less than dash centimeter in the case of group A occupancy. Group A occupancy പ്രകാരം exit doorway shall not be less than. Exit doorway മിനിമം എത്രയെങ്കിലും പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന് ഓപ്ഷൻസ് 75 centimeters, 85 centimeters, 90 centimeters and 100 centimeters. ആൻസർ റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ മിനിമം എക്സിറ്റ് ഡോർവേ എന്ന് പറയുന്നത് എത്രയാണ്? 75 centimeters ആണ്. മറ്റ് എല്ലാ ബിൽഡിങ്സിനും, ഓൾ അതർ ബിൽഡിങ്സ് ദാൻ ഗ്രൂപ്പ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്, ഗ്രൂപ്പ് എ ഒക്കുപ്പൻസി അല്ലാത്ത മറ്റെല്ലാ ബിൽഡിങ്സിനും എത്രയാണ്? 120 centimeters. 120 centimeters. അപ്പൊ ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 10 ക്വസ്റ്റ്യൻസ്. ഇതിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നമ്മൾക്ക് അവോയ്ഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇതിൽ പറഞ്ഞ എല്ലാ പോയിന്റ്സും റിപ്പീറ്റ്ലി ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ക്വസ്റ്റ്യൻസ് ഒന്നുപോലും വിട്ടുകളയാതെ എല്ലാവരും പഠിക്കുക. ഈ പോർഷൻസിൽ നിന്നുള്ള ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. താങ്ക് യു.